എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു മീൻകറിയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ മത്തി കൊണ്ട് തന്നെയാണ്, മത്തിയുടെ കൂടെ കൂർക്കയും കൂടെ ഇട്ടാണ് ഇന്ന് കറി വെക്കുന്നത്. സാധാരണ മത്തിയുടെ കൂടെ നമ്മൾ കൂർക്കയിട്ട് അങ്ങനെ വെക്കാറില്ല. മത്തിയുടെയും കൂർക്കയുടെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണിത്. ഇത് ചോറിനും കപ്പയ്ക്കും എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണിത്. പിന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ കൂർക്ക ക്ലീൻ ചെയ്യുന്നതെന്ന് ഇതിനു മുമ്പ് കൂർക്ക മെഴുക്കുവരട്ടി എന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെല്ലാവരും കാണണം. നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ ഇതുവരെ ഏകദേശം ഒരു 450 കൂടുതൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോകളും ഒന്ന് എടുത്ത് നോക്കണം. അതിൽ പല നാടൻ കറികളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടിരിക്കണം. പിന്നെ നിങ്ങൾ ഈ കറി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യം ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 300 ഗ്രാം മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അധികം വലിപ്പമല്ലാത്തതുകൊണ്ട് ഞാനിത് മുറിച്ചിട്ടില്ല. ഇതുപോലെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇത് 9 മത്തിയുണ്ട്. 200 ഗ്രാം കൂർക്ക കഴുകി വൃത്തിയാക്കി ഞുറുക്കി വെച്ചിരിക്കുന്നത്, 1/2 കപ്പ് തേങ്ങ, 4 പച്ചമുളക്. ഇത് ഒത്തിരി എരിവുള്ളതല്ല, എന്നാലും സാമാന്യ എരിവുണ്ട്. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കൂടുതൽ നിൽക്കുന്നത്. അരയ്ക്കാനായിട്ട് 10 ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 6 എണ്ണം അരയ്ക്കാനായിട്ടും 4 എണ്ണം ചെറുതായിട്ട് താളിക്കാനായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം കൊടംപുളി കഴുകി ചെറുതായിട്ട് കീറി വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കുന്നത്, 1 നുള്ള് ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. ഈ കൂർക്കയ്ക്കാണ് മത്തിയേക്കാളും വേവ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് കൂർക്കയൊന്ന് പ്രത്യേകം വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഇതിന് കൂർക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, ഇത് നമുക്ക് അടച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഈ കൂർക്ക വേകുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചുവന്നുള്ളി, ഇഞ്ചിയിൽ കുറച്ച് വെളുത്തുള്ളി, അതായത് 1 വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കൂർക്ക വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു മീൻചട്ടിയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർക്കാം. 1 കഷ്ണം 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ബാക്കി നമുക്ക് താളിക്കുന്ന കൂടെ ചേർക്കാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് പുളിയും കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. കൂർക്ക ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, എന്നാലും മത്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണമല്ലോ. ഇനി അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തീയൊന്ന് കത്തിക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം വേണം അതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് വെക്കണം. ഇനി ഇത് സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഇളക്കരുത്. ഇനി ഇത് നമുക്ക് ചെറു തീയിൽ വെച്ച് കൊടുക്കാം, അടച്ചു വെക്കാം. നമ്മുടെ മത്തിക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്കയ്ക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കാം. ഇനി ഒരല്പം തീ കൂട്ടിക്കൊടുത്ത് പെട്ടെന്ന് ഇതൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ് ഇത് തീ കുറച്ചിടാം. നമ്മുടെ കൂർക്കയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മൾ വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് നോക്കാം. ചെറുതീയിലാണ് വെച്ചിരുന്നത്. ഇതിപ്പം മത്തി വെന്തിട്ടുണ്ട്. കൂർക്ക നമ്മൾ വേവിച്ചിട്ടാണ്, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് താളിക്കാം. ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കാം. ഇഞ്ചിയും ബാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം കൂടെ ചേർക്കാം. അപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അല്പസമയം ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മത്തി കൂർക്ക ചാറ് കറി റെഡിയായി. ഇത് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ തീർച്ചയായും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കമൻസ് എന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.